ഇതിൻ്റെ ഒരു കഥയുടെ ഒരു ഐഡിയ എന്നോട് വിനീത് പറയുന്നത് വടക്കൻ സെൽഫിയുടെ ഷൂട്ട് കഴിഞ്ഞൊരു ദിവസം നമ്മൾ റൂമിൽ ഡിസ്കഷനിലിരിക്കുന്ന സമയത്താണ്. എനിക്ക് അന്നേ ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിരുന്നു. മൊത്തമല്ല ഒരു 4-5 ഇമ്പോർട്ടൻറ്റ് സീൻസ് എന്ന് വിനീത് പറഞ്ഞു. അന്നേ എനിക്ക് ഈ സിനിമ ചെയ്യണമെന്ന് ഭയങ്കര മനസ്സിലിങ്ങനെ ഒരു ആഗ്രഹം ഇങ്ങനെ വന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ ചോദിച്ചു, ആരാണ് ഈ റോള് ചെയ്യുന്നത്? അപ്പോൾ വിനീത് ഞാൻ തന്നെ ചെയ്താലോ എന്ന് ഇങ്ങനെ ആലോചിക്കുകയാണ്. നല്ല കാര്യം എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഗുഡ്നൈറ്റൊക്കെ പറഞ്ഞ് പോയി. പക്ഷെ അന്ന് ഞാൻ രാത്രിക്ക് ഞാൻ അതേ നേരം അർജുൻ്റെ റൂമിൽ പോയി ഞങ്ങളുടെ സംസാരിച്ചിരിക്കുന്നത് എൻ്റെ മനസ്സിൽ ഈ സിനിമയെ കുറിച്ച് മാത്രമായിരുന്നു. അത് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസങ്ങളൊക്കെ ഇങ്ങനെ പോയി ഞാനിങ്ങനെ പോയി അർജുൻ്റെ അടുത്ത് സംസാരിച്ച് തുടങ്ങിയാൽ എനിക്ക് ഈ റോഡ് ചെയ്താൽ കൊള്ളുന്ന ഭയങ്കര ആഗ്രഹം തോന്നുന്നു. അപ്പോൾ അർജുൻ നടക്കില്ലടാ, അത് പിന്നീട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കിട്ടാൻ പോകുന്നില്ല. ഞാൻ പറഞ്ഞു, അല്ല നമുക്കൊന്ന് ചോദിച്ചു നോക്കിയാലും. അപ്പോൾ അങ്ങനെ ഞാനിങ്ങനെ പയ്യങ്ങനെ ചോദിച്ചു, അല്ല നിങ്ങൾ ഇത് ചെയ്യാനങ്ങനെ തീരുമാനിച്ചിട്ട് ഇല്ലെങ്കിൽ ഞാനത് ചെയ്തോളാന്ന് പറഞ്ഞാൽ ഇതൊന്നും വേണ്ട, ഞാൻ തീരുമാനിച്ചു, നീ അതിന് വേണ്ടി അങ്ങനെ ശ്രമിക്കണമെന്നില്ല. നീ ഇതെങ്ങനെ ഒപ്പിച്ചു? എന്റെ സ്കിൻ, എന്റെ ഫേസ്, എന്റെ ബോഡി. പക്ഷെ ഞാനിത് വിട്ടില്ല. ഞാനിങ്ങനെ ഇതിന്റെ ഷൂട്ട് കഴിഞ്ഞും അടുത്ത സിനിമയുടെ ഷൂട്ട് തുടങ്ങി എവിടെ പോയാലും എനിക്ക് ഈ സിനിമയുടെ സീൻസും എന്നോട് ഡിസ്കസ് ചെയ്ത സീൻസ് മാത്രമേ മനസ്സിലുള്ളൂ. ഞാനിങ്ങനെ വീട്ടിൽ റിനോട് പറയുന്നത് എനിക്ക് ഈ സിനിമ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം. ഞാനത് കഴിഞ്ഞിട്ട് ഷാനയ്ക്ക് ടെക്സ്റ്റ് ചെയ്യും, സുഖമല്ലേ വിനീതൊന്നും പറഞ്ഞോ, നീ പറയാൻ പറ്റുന്നതെന്ന് എനിക്ക് മനസ്സിലായി, അതിൻ്റെ കാര്യത്തിൽ മാറ്റമൊന്നുമില്ല. അങ്ങനെ ഷാനിക്ക വഴിയും നോബിൾ വഴിയും മഞ്ജു വഴിയും അങ്ങനെ നിരന്തരമായിട്ടുള്ള ഒരു പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് എനിക്ക് ഈ വേഷം കിട്ടിയത്. അല്ലെങ്കിൽ ഈ വേഷം കിട്ടില്ലായിരുന്നു. ഞാൻ അത്രയും ഇതിനുവേണ്ടി ആഗ്രഹിച്ചിട്ടുണ്ട് എനിക്ക് ഈ റോള് ചെയ്യാൻ വേണ്ടി. അപ്പം ഒരു ദിവസം ഞാനിങ്ങനെ നിരന്തരമായി ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്നപ്പോൾ വിനീത് തന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ ഈ റോള് നീ ചെയ്യേണ്ട റോളല്ല, ഇതിൻ്റെ മെയിൻ കഥാപാത്രം ഭയങ്കര ഹീറോയിസമുള്ള സിനിമയെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കങ്ങനെ ഹീറോയിസമുള്ള സിനിമകൾ ചെയ്യണം എന്നുള്ളത് മാത്രമല്ല, നല്ല ക്യാരക്ടറാണ് എനിക്ക്, ഇത് നല്ല സ്ക്രിപ്റ്റാണ്, നല്ല കഥയാണ്, എനിക്ക് ഈ സ്ക്രിപ്റ്റിൻ്റെ ഭാഗമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. എപ്പോഴെങ്കിലും സംവിധാനം മാത്രം ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറയണം. പിന്നെ അങ്ങനെ കുറച്ച് നാളുകൾക്ക് ശേഷമാണ് വിനീതൻ ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞത്, നമുക്ക് ഈ സിനിമ ചെയ്യാം, ഒരു സീൻ എഴുതിയപ്പോഴേക്ക് ഇങ്ങനെ തോന്നി, നിന്റെ മനസ്സിൽ കണ്ടു, അപ്പം നമുക്ക് സിനിമ പോട്ടു. ഞാൻ വളരെയധികം എന്താണ് പറയുക, മനസ്സുകൊണ്ട് എന്താണ് പറയുക സന്തോഷിച്ചൊരു നിമിഷമാണ്. ഞാൻ വീട്ടിലും പറഞ്ഞു, ഞാനിങ്ങനെ ഇത്രയധികം ആഗ്രഹിച്ച് നേടിയ ഒരു സിനിമ എൻ്റെ ഇത്രയും ഈ 6 കൊല്ലത്തെ കരിയറിനിടയിൽ അത്രയും ആഗ്രഹിച്ച് നേടിയ സിനിമയാണ് ഇത്. ഗ്രിഗറിനെ എനിക്ക് നേരത്തെ അറിയായിരുന്നു. ദുബായിൽ വെച്ചിട്ട് ഞങ്ങൾ എല്ലാവരുടെയും ഉള്ളപ്പോൾ ഗ്രിഗറിനെ മീറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഗ്രിഗറിയുടെ സ്റ്റോറി എങ്ങനെയാണെന്നുള്ളത് അറിയില്ലായിരുന്നു. അപ്പോൾ ഒരു രീതിയിലും ഗ്രിഗറിയായിട്ട് ഒരു സാമ്യമുള്ള ഒരു വ്യക്തിയല്ല ഞാൻ. അപ്പോൾ ഈ ക്യാരക്ടർ എങ്ങനെ ചെയ്യണം, എന്തായിരിക്കണം എന്നുള്ളത് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ആദ്യത്തെ ദിവസത്തെ ഷൂട്ടിന് ഗ്രിഗറിയുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും ഉണ്ടായിരുന്നു. ഗ്രിഗറിയുടെ അമ്മ വന്നിട്ടായിരുന്നു. ഗ്രിഗറി എന്തായിരിക്കണം ക്യാരക്ടർ, എന്തായിരിക്കണം ഗ്രിഗറിയുടെ പെരുമാറ്റ രീതി ഒന്നും ഞാൻ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു. അപ്പോൾ ആദ്യത്തെ ദിവസം നടന്നൊരു സംഭവം എന്ന് വെച്ചാൽ ഗ്രിഗറി അമ്മയായിട്ട് വന്നു. അപ്പോൾ അമ്മേനെ അടുത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തു, ഗ്രിഗറി നികനാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ അമ്മ എൻ്റെ തലയിൽ കൈ വെച്ചിട്ടൊന്ന് പ്രാർത്ഥിച്ചു. അത് എനിക്ക് തോന്നുന്നു ആ ഒരു അനുഗ്രഹവും പ്രാർത്ഥനയും ആണ് ഈ സിനിമയുടെ എനിക്ക് കിട്ടിയ നല്ലൊരു തുടക്കം എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. കാണാൻ പോകുന്ന ആളെ കുറിച്ച് നല്ല ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി ചെയ്യണം. എന്നിലെരിഞ്ഞു തുടങ്ങിയ തീക്കണൽ നെഞ്ചിനകത്ത് പടർന്നു പിടിച്ചത് പടപ്പൊരുതുവാൻ വേറി പിടിച്ചു തീക്കടലിളകി വരുന്നത് പോലെ മരവിച്ചു തുടങ്ങും നെഞ്ചിൻ കഥകിൽ മുട്ടി വിളിച്ചത് പോലെ ഭയം അത് മാഞ്ഞു പോകെ ആത്മാവിൻ പഴുതിലൂടെ. 45 ദിവസം നമ്മൾ ദുബായിലുണ്ടായിരുന്നു. എല്ലാവരുമായിട്ടും വളരെ അടിച്ചു പൊളിച്ച് സീനൊക്കെ ചെയ്ത് എനിക്ക് വളരെ പ്രിയപ്പെട്ട ഇതിൽ പല സീനുകളുണ്ട്. കാറ് വിൽക്കുമ്പോഴും കാറ് മേടിച്ച് തിരിച്ചു വരുമ്പോൾ TG ചേട്ടനായിട്ട് ഉണ്ടായിരുന്ന സീൻസ്, അതുപോലെ തന്നെ സായി ചേട്ടനായിട്ട് അഭിനയിച്ച ഇൻ്റർവെല്ലിന് തൊട്ട് മുമ്പുള്ള സീൻ. ഈ സീനൊക്കെ എനിക്ക് വളരെ പ്രിയപ്പെട്ട സീനാണ്. സായി ചേട്ടൻ്റെ അഭിനയിക്കുന്ന സമയത്ത് ആ സീൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ വിനീതിനും പറയും, എനിക്കറിയാം ഒന്നും പറയണ്ട, ഒന്നും ചെയ്യാനില്ല, സായി ചേട്ടൻ്റെ പെർഫോമൻസ് കണ്ട് ഞാനന്ന് രസിക്കാൻ പോവാണ്. എനിക്ക് അത്രയും റെസ്പെക്റ്റും എനിക്ക് അത്രയും ഇഷ്ടമുള്ള ഒരു നടനാണ് സായി ചേട്ടൻ. അങ്ങനെ ഒരുപാട് നല്ല മുഹൂർത്തങ്ങൾ ഈ സിനിമയിലുണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും നേരത്തെ പറഞ്ഞ പോലെ ഫാമിലിയായിട്ട് അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇവരൊക്കെ എല്ലാം ഒരുമിച്ചാണ് ആഘോഷിച്ചത്. ഈ സിനിമയിൽ
വിജയത്തിന് ഭാഗമായിട്ടുള്ള ഒരുപാട് എല്ലാ വ്യക്തികളും ഇന്ന് ഈ സ്റ്റേജിലുണ്ട്. എല്ലാവരുടെ കൂടെ ഒരിക്കൽ കൂടി ഒരു സിനിമ കൂടി ചെയ്യാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. ഒരു കാര്യം കൂടി പറയാനുള്ളത്, ഞാൻ ഈ സിനിമ റിലീസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരുപാട് പേര് വിളിച്ചു സിനിമയുടെ റിവ്യൂ കാര്യങ്ങളെല്ലാം പറയാനായിട്ട്. പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയത് വിമലാൻഡി വിളിച്ചപ്പോഴാണ്. കാരണം എല്ലാ സിനിമകളും കണ്ട വിമലാൻഡി വിളിക്കാമല്ലോ, വിമലാൻഡിക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രമാണ് വിമലാൻഡി വിളിച്ചത് കൺഗ്രാജുലേറ്റ് ചെയ്യാറ്. അപ്പോൾ വിമലാൻഡി വിളിച്ച സിനിമയെ കുറിച്ച് വളരെ നല്ല അഭിപ്രായം പറഞ്ഞു. അപ്പോൾ അതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പം അങ്ങനെ ഒരു സിനിമ കൂടി ഇതേപോലെ 100 ദിവസം പിന്നിട്ടു. അതിന് നിങ്ങൾ തരുന്ന എല്ലാ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒക്കെ നന്ദി. ഒരു സിനിമയും കൂടി LJയുടെ കൂടെ ഇങ്ങനെ ചെയ്യാൻ സാധിച്ചു. ഇനി ഒരുപാട് സിനിമകൾ വരട്ടെ. ഇനി ഇതിൻ്റെ അടുത്ത സ്ക്രിപ്റ്റ് എനിക്ക് തോന്നുന്നില്ല ഇനി ഒറ്റ കഥ എന്നോട് ഡിസ്കസ് ചെയ്യണം. പക്ഷെ അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ. ഇനിയും ഒരുപാട് നല്ല സിനിമകൾ ഒരുമിച്ചൊക്കെ ചെയ്യാനും ഒരു ഫാമിലി പോലെയൊക്കെ ചെയ്യാൻ സാധിക്കട്ടെ. താങ്ക് യു.